ശ്രീകുമാർ, ഈ വാർത്തകളിൽ ഇപ്പോൾ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മുന്നണികൾ അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ സജ്ജമാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വാർത്തകളിൽ ഏറ്റവും അധികം ഇടം പിടിക്കുന്നത് മുന്നണികൾക്കുള്ളിൽ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും പ്രതികരണവുമൊക്കെ ഏറ്റവും അധികം നിൽക്കുന്നത് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ ഈ കക്ഷികൾ മുന്നണി വിട്ടു പോകുന്നതൊന്നും പുതിയ കാര്യമല്ല കേരളത്തിൽ. പക്ഷേ ഈ വാർത്തകൾ ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ തന്നെ ജോസ് കെ മാണി വാർത്താസമ്മേളനം നടത്തി അതിലൊരു ക്ലാരിറ്റി വരുത്തി, വ്യക്തത വരുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ പ്രതിപക്ഷ നേതാവ് കൊടുത്തൊരു വലിയൊരു പൊളിറ്റിക്കൽ സൂചനയുണ്ട്. ഒരു വിസ്മയം സംഭവിക്കും, തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ലേക്ക് കക്ഷികൾ വരുന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ച വിസ്മയം എന്നും പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതിൽ തിടുക്കം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പിന് അതുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ? നോക്കൂ ശ്രീ ശരത്ത്, ഈ വിസ്മയം എന്ന വാക്ക് CPM-നെ ഇത്രയധികം അസ്വസ്ഥപ്പെടുത്തുമെന്ന് സത്യത്തിൽ ഇത് പറഞ്ഞ സമയത്ത് പ്രതിപക്ഷ നേതാവ് പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല. വിസ്മയം എന്ന വാക്കാണിന്ന് CPM രാഷ്ട്രീയത്തെ ചുറ്റിക്കറങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിസ്മയം എന്ന് വെച്ചാൽ അതൊരു ട്രെൻഡാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ മുന്നേറ്റത്തിന് ശേഷം ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതിനിടയ്ക്ക് ഒരുപാട് വിസ്മയം ഉണ്ടാകുമെന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസ്താവനയാണത്. ആ പ്രസ്താവന വിസ്മയം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വിസ്മയിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുള്ളതാണ്. അത് വിസ്മയം എന്ന് വെച്ചാൽ അർത്ഥം ആദ്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ. വിസ്മയിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, അതാണ് അമ്പരപ്പിക്കുന്ന കാര്യങ്ങളല്ല, വിസ്മയിപ്പിക്കപ്പെടുന്നത്. നമുക്കൊരു വിസ്മയം വരും, അതൊരു നല്ല വാക്കാണത്. പക്ഷേ ആ വാക്ക് CPM-നെ ഇത്രയധികം ചൊടിപ്പിക്കും, വേദനിപ്പിക്കും, അസ്വസ്ഥമാക്കുന്നൊന്നും സത്യത്തിൽ അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വിസ്മയം എന്ന് പറയുമ്പം ഓരോ ദിവസവും ഓരോ CPM നേതാവ് കോൺഗ്രസിലേക്ക് വരിക, ഓരോ ഘടകകക്ഷി UDF-ലേക്ക് വരിക, അതൊന്നും അല്ല. വിസ്മയം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡാണ്. അപ്പോൾ അതിലിപ്പോൾ ഐഷ പോയിട്ട് കഴിഞ്ഞ ദിവസം CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നു. അവർ 15 വർഷം MLA ആയിട്ടുള്ള കൊട്ടാരക്കരയിലെ 42,000 വോട്ടുകൾക്ക് കോൺഗ്രസിനെ തോൽപ്പിച്ച ഒരു നേതാവാണ്, വനിതാ നേതാവാണ്. അവർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അതിൽ വിസ്മയം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ വിസ്മയം ഉണ്ടായി, ഒരു അമ്പരപ്പും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വരവാണ്. അത് കഴിഞ്ഞു. ശരി, ശരത്ത് പറഞ്ഞ ഒരു നിമിഷം, താങ്കൾ പറയുന്നതൊക്കെ പൂർത്തിയായിക്കോളൂ. വലിയ സന്തോഷമുണ്ട് താങ്കൾ അതിലൊരു മലയാളം ക്ലാസ് എടുക്കുന്നത് കേൾക്കുമ്പോൾ. കാരണം ഇത്രയൊക്കെ പറയേണ്ടി വരുന്നുണ്ടല്ലോ ആ വിസ്മയത്തെക്കുറിച്ച് താങ്കൾക്കും ആമുഖമായി എന്നുള്ളതാണ് ഞാൻ ആസ്വദിച്ചൊരു കാര്യം. ഈ വിസ്മയം എന്നതൊരു പൊളിറ്റിക്കൽ ട്രെൻഡാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഐഷ പോറ്റിയെ ചൂണ്ടിക്കാട്ടിയാണ് ആ പൊളിറ്റിക്കൽ ട്രെൻഡ് പറഞ്ഞെങ്കിൽ അതിലും ഗംഭീരമായൊരു വിസ്മയം ഉണ്ട് കേട്ടോ. അത് ബീഹാറിലാണ്. MLA-മാർ ഒന്നടങ്കം BJP-യിലേക്ക് പോയി. ബീഹാറിൻ്റെ വിസ്മയം സർ പറഞ്ഞോളൂ. അല്ല, നമ്മൾ കേരളത്തിലെ കാര്യത്തിൽ ആ വിസ്മയം എന്ന് പറഞ്ഞ ബീഹാറിൽ വിസ്മയം ഹിന്ദി പദം അറിയില്ല. ശരിയാ സാറ് പറഞ്ഞേ. അല്ല തമിഴ്നാട്ടിലോ ബീഹാറിലോ എന്തൊരു കോയമ്പത്തൂർ പോലും വിസ്മയം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലത്തെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ കേരളത്തിലെ വിസ്മയത്തെക്കുറിച്ച് പുള്ളി പറയാം. നമ്മൾ കോൺഗ്രസ് പാർട്ടി കണ്ട വിസ്മയത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ കോൺഗ്രസ് പാർട്ടി തന്നെയല്ലേ ബീഹാറിലുമുള്ളത്. അവിടുത്തെ വിസ്മയമാണ് ഞാൻ പറഞ്ഞത്. ബീഹാറിൽ കണ്ട വിസ്മയം എന്ന് പറയുന്നത് എൻറ്റയർ MLA-മാർ, എല്ലാ MLA-മാരും എന്താ BJP-യിലേക്ക് എന്നുള്ളത്. അതങ്ങനെ പറഞ്ഞു. അതാണ് ഞാൻ അങ്ങനെ ഒന്ന് താരതമ്യം ചെയ്തതാണ്. താങ്കൾ കൊട്ടാരക്കരയെ താരതമ്യം ചെയ്തു, ഞാൻ ബീഹാറിനെ താരതമ്യം ചെയ്തു. വേണ്ട, നമുക്ക് ബംഗാളിനെ താരതമ്യം ചെയ്യാം, കോയമ്പത്തൂർ ത്രിപുര താരതമ്യം ചെയ്യാം. അല്ല, അതൊക്കെ വിസ്മയം ചരിത്രപരമായല്ലേ. ഭൂതകാല വിസ്മയം, വർത്തമാനകാല വിസ്മയം, അത് രണ്ടും ഉണ്ട്. അത് രണ്ടും നോക്കുകയാണെങ്കിൽ ഭൂതകാലം ഇന്നിപ്പം വർത്തമാനകാല വിസ്മയത്തെക്കുറിച്ചാണ് VD സതീശൻ പറഞ്ഞത്. വർത്തമാനകാല വിസ്മയം, ആ വർത്തമാനകാല വിസ്മയത്തിൻ്റെ അർത്ഥ വ്യത്യാസം താങ്കൾ പറഞ്ഞൊരു പൊളിറ്റിക്കൽ ട്രെൻഡാണ്. ആ പൊളിറ്റിക്കൽ ട്രെൻഡിൽ ഐഷ പോറ്റിയെ കോട്ട് ചെയ്ത് താങ്കൾ സംസാരിക്കും. നിശ്ചയമായും താങ്കൾക്ക് അതിനുള്ള എല്ലാ നിരീക്ഷണ സാധ്യതയുണ്ട്. ആ വർത്തമാനകാല സാധ്യതയിൽ നിന്നാണ് ഞാൻ ബീഹാറിലെ MLA-മാരെ, ഞാൻ ഭൂതകാലത്തിലേക്കൊന്നും പോയിട്ടില്ല. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഭൂതകാലത്തെക്കുറിച്ചല്ല പറയേണ്ടത്, വർത്തമാനകാലത്തെക്കുറിച്ചാണെന്ന്.
പക്ഷേ ചില സമയത്ത് ഭൂതകാലത്തെക്കുറിച്ച് ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയാറുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അവന് കേട്ടെ. ഇപ്പോൾ C.H. ദവേനെക്കുറിച്ച് പറയുമ്പോൾ അത് ഭൂതകാലമല്ല, അത് അദ്ദേഹം എപ്പോഴും പറയും. പക്ഷേ വർത്തമാനകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യം അദ്ദേഹം വേറെ എഴുതി സംസാരിക്കും. അത് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും ഒരു നിലപാടാണ്, അത് മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമുള്ളതല്ല. അപ്പോൾ ഈ വിസ്മയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അതിലിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ശ്രീ ശരത്ത് തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ കേരള കോൺഗ്രസിനെ കുറിച്ചാണ്. കേരള കോൺഗ്രസ് മുന്നണി വിട്ട് വരുമെന്ന് കോൺഗ്രസിൻ്റെ ആരും പറഞ്ഞിട്ടില്ല, UDFൻ്റെ നേതാക്കളെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ട്രെൻഡിൽ ഇങ്ങനെ UDF ഇനി അധികാരത്തിൽ വരും എന്നൊരു വ്യാപകമായ സന്ദേശം കിട്ടുമ്പോൾ അതിൽ ചില രാഷ്ട്രീയ കക്ഷികളൊക്കെ ഭ്രമിച്ചിട്ട് അവർ പക്ഷേ UDFിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ച് കാണും, സ്വകാര്യമായിട്ട് ചർച്ച നടത്തി കാണും. അതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്നതാണ്. കേരള കോൺഗ്രസിനെ UDFിൽ ആരും ക്ഷണിച്ചിട്ടില്ല. അവർ പറഞ്ഞത് UDF എന്താ പറഞ്ഞത്, നേതാക്കളെ അവർക്ക് വരണമെങ്കിൽ വരാം, വാതിൽ അടച്ചിട്ടില്ല. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരുന്നതാണ്, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇത് ഒരു കേരള കോൺഗ്രസിലൊരു ഭിന്നസ്വരം വന്നപ്പോൾ നമ്മുടെ ജോസ് കെ മാണി ഇന്നലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ UDF ഞങ്ങളെ പുറത്താക്കിയപ്പോൾ അന്ന് LDFിൽ ചേർന്നതാണ് ശരിയെന്ന് ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു 5 MLA ഒരേപോലെ ചിന്തിക്കുന്നത്. ആ ഒരേപോലെ ചിന്തിക്കുന്ന LDFിൽ നിൽക്കാൻ വേണ്ടി ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. LDF വിടുവും എന്ന് അദ്ദേഹം പറഞ്ഞില്ല. UDFിനെ നേതാക്കളെയോ അല്ലെങ്കിൽ UDFിൻ്റെ രാഷ്ട്രീയത്തെയോ അദ്ദേഹം പരിഹസിച്ചില്ല. UDF നേതാക്കൾ കേരള കോൺഗ്രസിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഇന്ന് എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് കൃത്യവും വ്യക്തവുമല്ലാത്തൊരു കാര്യം ജോസ് കെ മാണി പറഞ്ഞു എന്ന് എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുമാത്രവുമല്ല, നാളെ അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി 90 പേരുണ്ടെന്ന് തോന്നുന്നു, ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ അവരൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം UDFിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. വർത്തമാനകാലത്ത് ഇരുന്നുകൊണ്ട് നാളത്തെ ഭാവിയെക്കുറിച്ച് പറയാൻ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വിസ്മയം എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിൽക്കും.